ആര് പ്രധാനമന്ത്രിയായാലും ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറുമെന്ന് മുൻ ധനമന്ത്രി പി ചിദംബരം പറഞ്ഞു. ഇതിനെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പി ചിദംബരത്തെ കടന്നാക്രമിച്ചു. ചിദംബരം നടത്തിയ പരാമർശത്തിന് രൂക്ഷ വിമർശനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ചിദംബരം പറയുന്നതാണ് കാര്യമെങ്കിൽ അവർ ഭരിച്ച 2004 മുതൽ 2014 കാലത്ത് GDP-യുടെ കാര്യത്തിൽ രാജ്യം വെറും 2ാം റാങ്ക് മാത്രമായി വളർന്നത് എന്തുകൊണ്ടെന്ന് നിർമ്മല സീതാരാമൻ തിരിച്ചു ചോദിച്ചു. വിശാഖപട്ടണത്തെ ഗീതം സർവകലാശാലയിൽ നടന്ന വികസിത് ഭാരത് അംബാസഡർ ക്യാമ്പസ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി. കണക്കുകളുടെ അനിവാര്യതയെ മോദി സ്വന്തം ഗ്യാരണ്ടിയാക്കി മാറ്റുന്നുവെന്നാണ് ചിദംബരത്തിന്റെ മുറവിളി. ഈ അനിവാര്യത അവർ തുലച്ചു കളഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കണ്ടില്ലല്ലോ. ചിദംബരത്തിന്റെ കാലത്ത് സമ്പദ് വ്യവസ്ഥ മുകളിലേക്കും താഴേക്കും കയറിയിറങ്ങി ചാഞ്ചാടുകയായിരുന്നു. 10 വർഷത്തിനുള്ളിൽ ആകെ കയറിയത് 2 റാങ്കാണ്. എന്നാൽ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി അത് കാണിച്ചു തന്നു. 5 റാങ്കുകളും രാജ്യം മുന്നിലേക്ക് കുതിച്ചതും 2 വർഷത്തിനുള്ളിൽ 3ാം റാങ്കിലേക്ക് ഉയരുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. സാമ്പത്തിക രംഗത്തെ ഈ കുതിപ്പ് നമ്മളെ ഭാരതീയരെ തുരങ്കം വയ്ക്കുന്ന ശക്തികളാക്കിയ നിരന്തരമായ പോരാട്ടമാണ്. ഗണിതപരമായ അനിവാര്യത എന്നൊക്കെയുള്ള പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 2014 മുമ്പ് 10 വർഷം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ട വർഷങ്ങളായിരുന്നു. മോശ നയങ്ങളും വൻ അഴിമതിയും കാരണം സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ 2004 ഉണ്ടായിരുന്നിടത്തോളം പോലും താഴേക്ക് പോയി. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഭാരതമാണിന്ന് സമ്പദ് വ്യവസ്ഥയിൽ 5ാമതായി നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മുടെ GDP ഇനിയും വിപുലീകരിക്കേണ്ടതുണ്ട്. 1991 ഭാരത ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നേറാനുള്ള വാതിൽ തുറന്നു തന്നു. എന്നാൽ സാമ്പത്തിക ഉദാരീകരണം രാജ്യത്തിന് വേണ്ടത്ര ഗുണം ചെയ്തില്ല. 2023-24 1 ലക്ഷത്തിലധികം പേറ്റന്റുകൾ അനുവദിച്ചു. 36,000-ത്തിലധികം പകർപ്പവകാശ രജിസ്റ്ററുകളും ഭൂമിശാസ്ത്രപരമായ സൂചിക രജിസ്ട്രേഷനിൽ 3 ഇരട്ടി വർധന തുടങ്ങിയ നേട്ടങ്ങളാണ് എന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.